നമസ്കാരം. മഹാകുംഭമേളയെ അവഹേളിച്ച കേരള ഫുട്ബോൾ താരം CK വിനീതിനെതിരെ പ്രതിഷേധം കനക്കുന്നു. 57 കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ് വിനീത് തള്ളി പറഞ്ഞിരിക്കുന്നത്. കുംഭമേള വെറും ആൾക്കൂട്ടം മാത്രമാണെന്നും ചൊറിച്ചിൽ വരുത്താൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേള സന്ദർശിച്ചപ്പോൾ കുളിക്കാനിറങ്ങിയില്ലെന്നായിരുന്നു വിനീതിന്റെ പരാമർശം. മാതൃഭൂമി അക്ഷരോത്സവത്തിലായിരുന്നു വിനീതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വാക്കുകൾ. ഇപ്പോഴത്തെ പൊതുവേദിയിൽ മഹാകുംഭമേളയെ അധിക്ഷേപിച്ച CK വിനീതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. കുംഭമേള വലിയ സംഭവമാണെന്ന് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞ ഒരു മുൻ ഫുട്ബോളർ ഇതാ ഒരു പരസ്യവേദിയിൽ വന്നിരുന്നു പറയുന്നു, കുംഭമേള ഒരു വലിയ സംഭവമൊന്നുമല്ല, വെറും ആൾക്കൂട്ടം മാത്രമാണെന്ന്. വിശ്വാസമുള്ളവർക്ക് അവിടെ പോയി വേണമെങ്കിൽ അമൃതസ്നാനം ചെയ്യാവുന്നതാണത്രേ, അല്ലാതെ വേറെയൊന്നും അവിടെ ചെയ്യാനില്ലെന്ന്. അപ്പോൾ സ്നാനത്തിനല്ലാതെ കുംഭമേള പിന്നെ എന്തിനുള്ളതാണ് ചേട്ടാ എന്നാണ് CK വിനീതിനോട് ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. വീഗാലാൻഡ് ആണെന്ന് കരുതിയാണോ ചേട്ടൻ അങ്ങോട്ടേക്ക് വണ്ടി കയറിയതെന്നും ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ തളത്തിൽ ദിനേശിന്റെ ആരാണ് ചേട്ടാ അങ്ങെന്നും ശ്രീജിത്ത് പണിക്കർ പരിഹസിക്കുന്നു. ഇനി ചേട്ടൻ ബാക്കി പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കേന്ദ്ര സർക്കാരിനെ കൊട്ടാൻ കിട്ടുന്ന അവസരമൊന്നും ചേട്ടൻ കളയാറില്ല. ഗംഗയിൽ മുങ്ങി ചൊറി പിടിക്കേണ്ട എന്ന് കരുതി ചേട്ടൻ അവിടെ മുങ്ങിയില്ലത്രേ. എന്തായാലും കേന്ദ്ര സർക്കാർ ജോലി ഉണ്ടായിട്ടും അതിന് കൃത്യമായി പോകാതെ മുങ്ങി നടന്നതിന്റെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ചൊറി ചേട്ടൻ ഇതുവരെ മാറിയിട്ടില്ലെന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നു. കൂടാതെ അഭയം കൊടുത്ത ഭൂതനെ പാടിപ്പുകഴ്ത്താൻ ചേട്ടനൊരു മടിയുമില്ല. എന്തായാലും ഭൂതന്റെ വീട്ടിലെ തൊട്ടടുത്തുള്ള ആമേഴഞ്ചൻ തോടിനെ കുറിച്ച് ചേട്ടനൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ചേട്ടൻ പറഞ്ഞ മാതിരി വെള്ളത്തിൽ മുങ്ങി ചൊറി പിടിക്കുകയല്ല, ജീവൻ നഷ്ടപ്പെട്ട മലയാളി ഉണ്ട് ചേട്ടാ അവിടെ. പേര് ജോയി എന്നാണ് ശ്രീജിത്ത് പണിക്കറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ നേരത്തെ തിരുവനന്തപുരത്തെ അക്കൗണ്ട് ജനറൽ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വിനീതിനെ കേന്ദ്ര സർക്കാർ പുറത്താക്കുകയായിരുന്നു. തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്നാണ് വിനീതിനെ ഏജിസ് ഓഫീസിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കൂടാതെ വിനീതിന്റെ നഷ്ടപ്പെട്ട ജോലി തിരിച്ചു നൽകാൻ സാധ്യമല്ലെന്നും കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ എന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ വിനീതിന് സംസ്ഥാന സർക്കാർ ജോലി നൽകി. അതിനുശേഷം മോദി സർക്കാരിനെ കുറ്റം പറയാനുള്ള ഒരു സാഹചര്യവും വിനീത് പാഴാക്കാറില്ല. അതിന്റെ തെളിവ് തന്നെയാണ് വിനീതിന്റെ ഇപ്പോഴത്തെ പരാമർശം. അതേസമയം കേരളത്തിലെ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യടി നേടാനാണ് CK വിനീതിന്റെ ഈ ചൊറിച്ചിലെന്നാണ് യുവമോർച്ച ദേശീയ സെക്രട്ടറി P ശ്യാംരാജ് പറയുന്നത്. RP സിംഗ്, വിക്കി കൗശൽ, ഹേമ മാലിനി തുടങ്ങിയവർ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തിട്ടുണ്ട്. ഇവർക്കാർക്കും തോന്നാത്ത ചൊറിച്ചിൽ ഫുട്ബോളർ CK വിനീതിന് തോന്നാൻ കാരണമെന്തെന്നറിയില്ല. കൃത്യമായി ഹാജരാകാത്തതിനാൽ കേന്ദ്ര സർക്കാർ ജോലി ഇല്ലാതായതോ അതോ കേരളത്തിലെ ഇടത് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യടി വാങ്ങാനൊക്കെ ആയിരിക്കാമെന്നും ശ്യാംരാജ് പറയുന്നു. എന്തായാലും വിനീതിന്റെ അഭിപ്രായമല്ല മഹാകുംഭമേളയിൽ പങ്കെടുത്ത മറ്റു കായിക താരങ്ങളടക്കമുള്ള മഹാഭൂരിപക്ഷത്തിനും. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണെന്നും 40 കോടി ആളുകൾക്ക് വേണ്ട സജ്ജീകരണം ഒരുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമല്ലെങ്കിലും സർക്കാർ വളരെ മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്തുവെന്നാണ് RP സിംഗ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനിടയിൽ ത്രിവേണിയിലെ തീർത്ഥജലം കുളിക്കാൻ മാത്രമല്ല കുടിക്കാനും പറ്റുന്നതാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വിഖ്യാത ശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ അജയ് കുമാർ സോങ്കർ. ത്രിവേണി സംഗമത്തിലെ ജലത്തിന്റെ ശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ച് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഡോക്ടർ സോങ്കർ തന്റെ ലബോറട്ടറിയിൽ അവിടുത്തെ ജലം പരിശോധിച്ചത്. സംശയമുള്ളവർക്ക് തന്റെ മുന്നിൽ വെച്ച് ഗംഗാജലം പരിശോധിച്ച് തൃപ്തിപ്പെടാമെന്നും അദ്ദേഹം പറയുന്നു. ഗംഗയിലെ 5 ഘാട്ടുകളിൽ നിന്ന് ജലം ശേഖരിച്ചാണ് സോങ്കർ പരിശോധന നടത്തിയത്. കോടിക്കണക്കിന് ഭക്തർ കുളിച്ചിട്ടും വെള്ളത്തിൽ ബാക്ടീരിയയുടെ വളർച്ചയോ ജലത്തിന്റെ pH അളവിൽ കുറവോ ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ അജയ് സോങ്കർ പറയുന്നു. ഗംഗാജലത്തിൽ 1100 തരം ബാക്ടീരിയ ഫോജുകളാണ് ഉള്ളത്. 57 കോടി ഭക്തർ ഗംഗാജലത്തിൽ കുളിച്ചിട്ടും വെള്ളം മലിനമാകാത്തതിന്റെ കാരണം ഇതാണ്. ഗംഗാജലത്തിന്റെ അസിഡിറ്റി സാധാരണയേക്കാൾ മികച്ചതാണെന്നും അതിൽ ദുർഗന്ധമോ ബാക്ടീരിയയുടെ വളർച്ചയോ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. ഗംഗാജലം മലിനമാണെന്ന് മഹാകുംഭമേള ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു വിഭാഗം ആളുകൾ പ്രചാരണം ആരംഭിച്ചിരുന്നു. അത് സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആശുപത്രികളിൽ കാലുകുത്താൻ പോലും ഇടമുണ്ടാകുമായിരുന്നില്ലെന്നാണ് സോങ്കർ പറയുന്നത്. അപ്പോൾ എന്താ CK വിനീതെ മാറിയിരുന്നു കരയുകയല്ലേ?